ഇനി നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിലേ ആരും പുറത്തേക്കൊന്നും വലിച്ചെറിയണ്ട കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബനാന കേക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ 2 റോബസ്റ്റ പഴം തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് ഉടച്ചെടുത്തതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഇതിലേക്കുണ്ടല്ലോ പഞ്ചസാരയും സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആ പഞ്ചസാരയുടെ തരിയൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് മൈദയും കോൺഫ്ലോറും പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇത് കുറേശ്ശെയായിട്ട് ഈ ഒരു ബാറ്ററിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്തെടുത്തതിലേക്ക് വാനില എസൻസും കുറച്ച് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കേക്ക് ട്രേയിൽ കുറച്ച് ഓയിലും മൈദയും ഒന്ന് തൂവി കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25-30 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി.